നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള സഭയിലേക്ക് ഞാൻ രണ്ടാമതും അംഗമായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ടൈമിലും നിയമസഭാ അംഗമായി വന്നു. നിയമസഭ നമ്മളൊരുപാട് പഠിക്കേണ്ടതായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചും സഭാ നടപടിക്രമങ്ങളെ സംബന്ധിച്ചുമെല്ലാം നന്നായി മനസ്സിലാക്കാൻ സഭ ഉപകരിക്കുന്നുണ്ട്. ഞാൻ നിയമസഭാ സാമാജികനായതിനു ശേഷം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കീഴിലുള്ള പാർലമെൻ്ററി സ്റ്റഡി സെൻറ്റർ നടത്തിയ ഒരു കോഴ്സ്, 6 മാസത്തെ കോഴ്സ്, അതിന് ചേരുകയും വിജയകരമായ ആ കോഴ്സ് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് കൂടുതൽ നമ്മുടെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും നിയമങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നതിനെ സംബന്ധിച്ചും ബില്ല് എങ്ങനെ അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചുമെല്ലാം കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭയിലെ പുതിയ അംഗങ്ങളോട് പറയാനുള്ളത്, നിയമസഭയെ സംബന്ധിച്ചും നടപടിക്രമങ്ങളെ സംബന്ധിച്ചുമെല്ലാം നന്നായി മനസ്സിലാക്കാൻ കൂടുതൽ നേരം സഭയിൽ ഇരിക്കുക എന്നുള്ള ചുമതല കൂടിയുണ്ട്. ലൈബ്രറികൾ മറ്റും അതിന് ഉപയോഗിക്കുന്നവരെയും കൂടി ഉപകാരപ്രദമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ കൂടുതൽ അനുഭവങ്ങളും അതുപോലെ തന്നെ കൂടുതൽ അറിവും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിൻ്റെ അസംബ്ലി നിയമസഭാ നടപടിക്രമങ്ങളെല്ലാം അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് നമ്മുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അവർ ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. സഭയിൽ പഴയ ആളുകളെ കണ്ടെത്തി പരിചയപ്പെടാനും സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാനും മാത്രമല്ല, നമ്മുടെ ഭരണ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും വികസന കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം കൂടുതൽ പഠിക്കാൻ നിയമസഭാ അംഗം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.